ശരി, നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട് എന്ന് എനിക്കറിയാം. ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരങ്ങളുണ്ട്. പക്ഷേ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലേക്ക് കടക്കാതെ തന്നെ നിങ്ങൾ പലരും വാർത്തകൾ ചെയ്യുന്നുണ്ട്. ആ വാർത്തകൾ തുടരും. ആ വാർത്തകൾക്കുള്ളൊരു പരിഹാരമൊന്നുമല്ല ഇത് എന്നെനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ജനങ്ങളോട്, പ്രത്യേകിച്ച് പാർട്ടി പ്രവർത്തകരോട് പറയേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അടിസ്ഥാനപരമായി ഞാനൊരു പാർട്ടി പ്രവർത്തകനാണ്. ഏതെങ്കിലും തരത്തിൽ ഈ പാർട്ടി ഞാൻ കാരണം ഒരു പ്രതിസന്ധിയിലാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകൻ ഞാൻ കാരണം തലകുനിച്ച് ന്യായീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് എല്ലായ്പ്പോഴും ഇപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാമല്ലോ, ഈ ഇത്രയേറെ അക്രമം നേരിടേണ്ടി വരുന്നതിൻ്റെ ഒരു വലിയ കാരണം അത് ഞാൻ കുറ്റം ചെയ്തോ കുറ്റം ചെയ്തില്ലയോ എന്നുള്ളതിൻ്റെ മെറിറ്റിനപ്പുറം ഈ പാർട്ടിയുടെ എല്ലാ പ്രതിസന്ധിയിലും പാർട്ടിക്ക് വേണ്ടിയിട്ട് ന്യായീകരിക്കാൻ, അത് പാർട്ടിയുടെ മെറിറ്റിനെ ന്യായീകരിക്കാൻ, പാർട്ടിയെ പ്രതിരോധിക്കുവാൻ സമൂഹമാധ്യമമെങ്കിൽ സമൂഹമാധ്യമം, മാധ്യമങ്ങളെങ്കിൽ മാധ്യമങ്ങൾ, സമരങ്ങളെങ്കിൽ സമരങ്ങൾ, അതിലെല്ലാം പ്രവർത്തിച്ച ഒരാളെന്ന നിലയിലാണ് സ്വാഭാവികമായിട്ട് ഇതുണ്ടാകുന്നത്. പക്ഷേ ഞാൻ കാരണം എൻ്റെ പാർട്ടി പ്രവർത്തകർക്ക് തലകുനിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത് എനിക്ക് ഉൾക്കൊള്ളുവാനും അംഗീകരിക്കുവാനും കഴിയുന്ന കാര്യമല്ല. എനിക്ക് ചില കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ടെന്നറിയാം, പക്ഷേ എനിക്ക് ചില കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അപ്പോൾ എനിക്കെതിരായിട്ട് വന്ന കുറച്ചും താത്തു പിടിക്കാം. എനിക്കെതിരായിട്ട് വന്ന ചില ആരോപണങ്ങൾ, ആ ആരോപണങ്ങളിൽ എൻ്റെ പേര് പറഞ്ഞുകൊണ്ടുള്ളൊരു ആരോപണം ഉന്നയിച്ചത് എൻ്റെ സുഹൃത്തും, ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്, എൻ്റെ സുഹൃത്തും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടതുമായ അവന്തികയാണ്. അവന്തിക അങ്ങനൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, ഓഗസ്റ്റ് മാസം 1-ാം തീയതി വൈകുന്നേരം 8:24, ഇത് ഒരു ചാറ്റാണ്. ഓഗസ്റ്റ് മാസം 1-ാം തീയതി രാത്രിയിൽ 8:24 അവന്തിക എന്നെ ഫോണിൽ വിളിക്കുന്നു. അത് ഞാൻ കാണിക്കാം. അവന്തിക എന്നെ ഫോണിൽ വിളിക്കുന്നു. അവന്തിക എന്നെ ഫോണിൽ വിളിച്ചിട്ട് എന്നോട് പറയുന്നു, ഇപ്പം എന്നെ ഒരു റിപ്പോർട്ടർ വിളിച്ചിരുന്നു. ആ റിപ്പോർട്ടർ വിളിച്ചിട്ട് പിന്നെ ചേട്ടനെതിരായിട്ട് എന്തെങ്കിലും പരാതി ഉണ്ടോ, എന്തെങ്കിലും മോശമായ അനുഭവമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനൊരു ആരോപണ പരിസരമോ ഒന്നും ഇല്ലാത്തൊരു സമയമാണ്. എന്നുവെച്ചാൽ അവന്തികയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം കേൾക്കാത്തൊരു സമയമാണ്. സമൂഹ മാധ്യമത്തിലൂടെ CPM മറ്റൊരു പ്രചണ്ഡമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ, വാലും തലയും ഇല്ലാതെ. അപ്പം ഞാനും ചോദിച്ചു, അവന്തിക അങ്ങനെ ഒരു ആരോപണം വരുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാനതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പം അതെന്തോ ചേട്ടനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ചേട്ടനെ വിളിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വിളിച്ചതല്ല, ഇങ്ങോട്ട് വിളിച്ച കോളാണ്. അപ്പോൾ അതിനുശേഷം ആ കോള് കട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, അപ്പോൾ എന്നോട് പറഞ്ഞു ഞാനത് വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവന്തിക തന്നെ എന്നോട് പറഞ്ഞു ഞാൻ ആ കോള് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എനിക്കത് അയച്ചു തരുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാനത് കോള് കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം, സെൻഡ് ഇറ്റ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയക്കുന്നു. സെൻഡ് ഇറ്റ് പ്ലീസ്. അതായത് ഇങ്ങനത്തെ കോള് വരുന്നതിനെ പറ്റി എനിക്കൊരു ധാരണ ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. അപ്പം വെയിറ്റ് എന്ന് പറഞ്ഞു. അന്നേരം തന്നെ ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട്, ക്യാൻ ഐ ആസ്ക് ദം, ഈ വിളിച്ച റിപ്പോർട്ടറോട് എനിക്ക് ചോദിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ഓക്കെ, ഷുവർ. അപ്പം വാട്ട് ടൈം, കോളിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്, വാട്ട് ടൈം. അന്നേരം പറഞ്ഞു ജസ്റ്റ് നൗ. അപ്പം ഞാൻ വീണ്ടും ചോദിക്കുന്നു, ക്യാൻ ഐ കോൾ ദാറ്റ് റിപ്പോർട്ടർ? യെസ്. എന്നിട്ട് ഇനി ഞാൻ ശബ്ദം കേൾപ്പിക്കാം. ചേട്ടൻ ന്യൂസ് 18-ലെ റിപ്പോർട്ടറാന്നല്ലേ പറഞ്ഞ, അപ്പൊ അത് സംസാരിക്കേ. നിങ്ങളിങ്ങനെ എല്ലാം മറച്ചു വെച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, ഞാൻ കാര്യം പറയാം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പൊ എന്നോട് പറഞ്ഞ ആളെ എനിക്ക് ആളുടെ പേര് ഞാൻ ചിലപ്പോ അടുത്ത ഒരു ഫ്യൂ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് പറയാം. പക്ഷെ ഇപ്പം ഞാൻ പറയുന്ന കാര്യം ഉള്ളതാണോ ഇല്ലയെന്ന് പറയാ, ഇല്ലെങ്കിൽ വിട്ടേക്കുക. പറഞ്ഞത് നിങ്ങളൊരു ത്രെട്ടനിങ് സിറ്റുവേഷനിലാണ്, നിങ്ങൾ ലൈഫ് ത്രെട്ടനിങ് തരത്തിലുള്ള ഭീഷണി നിങ്ങൾക്ക് നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ബിക്കോസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വളരെ പ്രയാസകരമായ ഒരു അനുഭവം നേരിട്ടു. പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം പുറത്ത് പറയാൻ പേടിയുണ്ട്, നിങ്ങൾ ആരോടും പറയാതിരിക്കുകയാണ്. അതിന്റെ ചാറ്റും മറ്റേ ഫോൺ റെക്കോർഡ്സും എല്ലാ സംഭവവും നിങ്ങളുടെ കൈക്കാണ്. പക്ഷെ ലൈഫ് ത്രെട്ടൻ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് നിങ്ങൾ ഒരു കാര്യം ഇങ്ങനെ മുമ്പോട്ട് പറയാത്തെന്നാണ് പറഞ്ഞത്. അപ്പം അതിനിടയിലാണ്
കാരണം എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ സീരിയസ്നെസ്സിൽ ഇത് ആരൊക്കെ എവിടെ നിന്നൊക്കെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഇയാളുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം ഒരു അലിഗേഷൻ ഉണ്ടായി അറിഞ്ഞായിരുന്നോ? ഞാനായിട്ട് ബന്ധപ്പെട്ടോ? റിലവന്റ് അല്ലാത്തതായതുകൊണ്ട് ഞങ്ങൾ ഫോർവേഡ് ചെയ്യുകയാണ്. നമുക്ക് ആവശ്യമുള്ള വോയിസ് മൊത്തം ഞാൻ കേൾപ്പിക്കാം. പോലീസിലായിട്ട് കംപ്ലൈന്റ് പോകാനും അല്ലാതെ എന്റെ പാർട്ടി വഴി കംപ്ലൈന്റ് പോകാനും എല്ലാ അവസരങ്ങളും ഈ നാട്ടിലുള്ള സമൂഹത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ എനിക്ക് പേഴ്സണലി അങ്ങനെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ എനിക്കത് തുറന്നു പറയാനുള്ള ബോധവും വിവരവും എല്ലാം ഉള്ള വ്യക്തിയാണ് ഞാൻ ഇതുവരെ ആർക്കും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല. പിന്നെ രാഹുൽ എന്നെ സംബന്ധിച്ച് എന്റെ നല്ലൊരു സുഹൃത്താണ്. എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടുമില്ല. ഇല്ല. ആരാ ഈ പരാതി പറഞ്ഞതാരാണ്? നിങ്ങൾക്ക് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ അത് വിട്ടേക്കുക, സംഭവം വിട്ടേക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ എന്നെ പറ്റി ഒരു അപവാദം പറഞ്ഞു നടക്കുമ്പോ അത് ആരാന്ന് അറിയാനുള്ള അവകാശമില്ല ചേട്ടാ, അതുകൊണ്ട് ചോദിച്ചതാണ്. അങ്ങനല്ല, നിങ്ങളെ മോശമായിട്ടൊന്നും അല്ല കേട്ടോ പറഞ്ഞത്. മോശമല്ലെങ്കിൽ കേരളത്തിലൊരു MLA പാലക്കാട് MLA ആണ്. ആ MLA ആയിട്ട് എനിക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു മോശപ്പെട്ട കാര്യം തന്നെയല്ലേ? ഇല്ലേ? ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായെന്നല്ല പറഞ്ഞത്. നിങ്ങൾക്കൊരു വാട്സാപ്പ് ചാറ്റിൽ മിസ്ബിഹേവ് ചെയ്യുന്ന രീതിയിൽ അതന്നെ അതൊരു ബാഡ് എക്സ്പീരിയൻസ് അല്ലേ? മിസ്ബിഹേവ് ചെയ്തു എന്ന് പറയുന്നത് തന്നെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പൊ അത് പറഞ്ഞു നടക്കുന്ന ആരാന്ന് അറിയാനുള്ള അവകാശം എനിക്കും കൂടി ഇല്ലേ? ഞാൻ ആളോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങളിപ്പോ എങ്ങനെയാണ് പറയുന്നത്? നിങ്ങളുടെ ക്ലാരിഫിക്കേഷൻ എങ്ങനെയാണ്? ഞാൻ അങ്ങനെയാന്ന് പറയേണ്ട ആവശ്യമില്ല. എനിക്ക് എന്തെങ്കിലും മിസ്ബിഹേവ് ഉണ്ടായാലും എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ബന്ധപ്പെട്ട അതോറിറ്റീനെ സമീപിക്കാനുള്ള എല്ലാ ബോധവും അവകാശവും എല്ലാം എനിക്കുള്ളതാണ്. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടായാൽ എനിക്ക് അത് സമീപിക്കാനുള്ള എല്ലാ ഫ്രീഡം ഉണ്ട്, അതിനുള്ള എല്ലാ വഴികളും ഉണ്ട്. പോലീസ് തലത്തിലായാലും ഇപ്പൊ ന്യൂസ് പരമായാലും അല്ലാത്ത ഗവൺമെന്റ് തലത്തിലായാലും എനിക്ക് നല്ല ഏതാണ് ഇപ്പൊ എനിക്ക് നിലവിൽ എനിക്ക് പാർട്ടിയിൽ ചുമതല ഒന്നും തന്നെ ഇല്ല. അപ്പോ ഈ സംഭാഷണം നിങ്ങൾ കേട്ട് കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ അതിനുശേഷം അവർ അന്നത്തെ ദിവസം ഞാൻ വിളിച്ചു. അതായത് ഇവർ പുറത്ത് പറയുന്ന ദിവസവും പിന്നുള്ളതെല്ലാം കാഷ്വൽ സംഭാഷണങ്ങളാണ്. അത് രണ്ടുപേര് തമ്മിലുള്ള കാഷ്വൽ സംഭാഷണങ്ങൾ. അതിനകത്ത് ഏതെങ്കിലും ഒരു മോശപ്പെട്ട കാര്യമൊന്നുമില്ല. അത് പുറത്ത് പറയേണ്ട കാര്യമില്ല.